വെൽക്കം ടു കളപ്പുര കിച്ചൺ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്നത്തെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് 2 ഫുൾ ചിക്കനാണ്. 2 ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവുക. നാടൻ രീതിയിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണേ. അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ഞാൻ ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം കാണുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോണ സെറ്റപ്പൊക്കെ കണ്ടല്ല, എല്ലാം നല്ല സജ്ജീകരിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര ചൂടിൽ കാലിലിങ്ങനെ നല്ല ചൂടിൽ കിടക്കുവാണ്. അപ്പം നമുക്ക് ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ 2 ഫുൾ ചിക്കനായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2.5 കിലോ തൂക്കമുണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പൊടികൾ: മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഉപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മസാല 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്. ഇതൊന്ന് നനച്ചെടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ പെരട്ടുമ്പോൾ സ്കിന്നിൻ്റെ ഇടയിലൂടെയൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ കൂട്ടിയെടുത്തിരിക്കുന്ന മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ ഇങ്ങനെ മസാല പുരട്ടുമ്പോൾ അരമണിക്കൂറാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യിക്കുന്ന ടൈം എടുക്കുന്നത്. അരമണിക്കൂർ നമ്മളിങ്ങനെ പുരട്ടി വയ്ക്കണം. നമ്മളിനി ചിക്കൻ നമ്മളൊരു കമ്പിലോട്ട് വയ്ക്കാൻ പോകും. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കമ്പ് നമ്മുടെ പേര വടിയാട്ടോ. പേരയുടെ നല്ലൊരു കനത്തിലുള്ള ഒരു വടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കാലിങ്ങനെ കൂട്ടിക്കെട്ടി കൊടുക്കാം. ഭയങ്കര ചൂടാകട്ടോ. എൻ്റെ കൈയൊക്കെ അങ്ങ് മുരിഞ്ഞു തുടങ്ങി. ചിക്കനാണോ മുരിയണേ, എൻ്റെ കൈയാണോ മുരിയണേന്ന് അറിയില്ല. എന്തായാലും ഭയങ്കര ചൂടാ. ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വെച്ചതിന് ശേഷം, അതായത് ഏകദേശം ഒരു 40 മിനിറ്റോളം നമുക്കിതിൻ്റെ വേവ് കണക്കാക്കാം. നല്ല കനലിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈം മതി. ചെറിയ കനലിൽ അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ വെക്കുന്ന ഒരു സമയത്തേക്ക് നമുക്ക് എന്തായാലും നമ്മൾ റൊട്ടിക്കുള്ള മാവ് ഒന്ന് നനച്ച് വയ്ക്കാം. 1 കപ്പ് മൈദാപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. 2 മുട്ട, കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കും. അല്പമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി അല്പം ഓയിൽ തടവാൻ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ മാവ് കുഴച്ചത് നമ്മളൊരു 15 മിനിറ്റ് വെക്കണം. ചെറുതായിട്ട് മുട്ടയൊക്കെ ചേർന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണത്. ഇത് ഓരോ വശവും മൊരിഞ്ഞ് വരുന്ന അനുസരിച്ച് നമുക്കിത് മറിച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ വശവും മൊരിഞ്ഞ് വരാനായിട്ട് ഏകദേശം ഒരു 40 മിനിറ്റോളം എടുക്കും. ചെറിയ കനലിൽ മതി. അത്യാവശ്യം നല്ലൊരു കനലുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തന്നെ വെന്ത് കിട്ടും.
അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പരത്തിയെടുക്കുന്ന മാവ് കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കുന്നത്. അത് നമ്മൾ കൈകൊണ്ട് തട്ടി പൊത്തി വേണം ഒന്ന് ചട്ടിയിലോട്ട് ഇടാൻ. അത്രയും മയത്തിനെടുത്താൽ മതി. കുറച്ച് കട്ടിയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ അല്ല ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന 2 ചിക്കനും ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിത് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്, ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇതിലേക്ക് നമ്മൾ വിനെഗർ, സോൾട്ട്, ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കോൾസ്ലോ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ക്യാബേജും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് ഇട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന കോൾസ്ലോ നമുക്ക് ഈ ഗ്രില്ല് ചെയ്ത ചിക്കൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് കൂടാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന റൊട്ടിയിലേക്ക്, റൊട്ടി നല്ല മയമുള്ള റൊട്ടിയാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്തിരിക്കുന്നത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കോൾസ്ലോയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് 3 തരത്തിലുള്ള റെസിപ്പിയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഗ്രിൽ ചിക്കൻ, ഒന്ന് റൊട്ടി, പിന്നെ ഒന്ന് കോൾസ്ലോ റെസിപ്പി. അപ്പോൾ ഇത് 3 നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു കോമ്പിനേഷനായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അറേബ്യൻ ഫുഡ് എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച പുതുമയാർന്ന പുതിയ രുചികളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.